ഈ തീപിടുത്തം ഉണ്ടായെന്ന് പറയുന്നത്. അത് തീപിടുത്തം ഇവർ പറയുന്ന കേൾക്കുമ്പോൾ സ്വാഭാവികമായ തീപിടുത്തം എന്നാണ് തോന്നുന്നത്. പക്ഷേ മണ്ണെണ്ണയുടെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും സംശയമുണ്ട്. ഈ കുട്ടിയുടെ അമ്മ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കുട്ടിയെ കിടക്കുന്നു എന്ന് കണ്ടിട്ടാണ് പോയി എന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു. ബാത്റൂമിലിരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു എന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. അപ്പോൾ അമ്മയെ വിളിച്ച് പറയുന്നു, അമ്മ കുഞ്ഞ് കരയുന്നു എന്ന് പറയുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ മുത്തശ്ശി പറയുന്നത് വേറെ വൈരുദ്ധ്യമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുടുംബം ഏറെ സാമ്പത്തികമായ ബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഇവിടെ ആളുകളിൽ നിന്ന് ഒരുപാട് പേരിൽ ഈ പ്രദേശത്തുനിന്നും അല്ലാതെയൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നത് ഇന്നലെ വന്ന ആളാണ്. ഇന്ന് 16 ആയതുകൊണ്ട് ഇന്നലെ വന്ന ആളാണ്. ഈ അച്ഛനെ ഈ നാട്ടുകാർക്കൊന്നും അറിയില്ല. ഇന്നാണ് ഞാൻ പോലും കാണുന്നത്. വാർഡ് നിലയ്ക്ക് ഞാൻ കാണുന്നത് ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് പരസ്പര വിരുദ്ധമായി അവരുടെ ഈ വെറും കള്ളമേ പറയൂ. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് മരണത്തിൽ സ്വാഭാവികമായിട്ട് ദുരൂഹത വളരെ കൂടുതലാണ്. ഇത് പുറത്തുനിന്ന് ഒരാൾ ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കുഞ്ഞിനെ കാണാനില്ല എന്ന് ആദ്യമേ അറിയിക്കുന്ന ആരാ? അമ്മയാണോ അച്ഛനാണോ ആരാണ്? അത് ഇപ്പോൾ ഈ പുറത്തറിയിക്കുന്നത് മുത്തശ്ശിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാനില്ല, ഉറങ്ങിക്കിടന്നതാണ്, കാണാനില്ലെന്ന് പറഞ്ഞ് തരുന്നത്. അവർ സങ്കടത്തോടെ പറയുന്നു. അത് കേട്ടാണ് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളങ്ങ് കൂടുന്നത്. അത് കഴിഞ്ഞ് അറിയിപ്പ് വരുന്നു, എല്ലാവരും കൂടെ എത്തുമ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് കിടന്നു എന്ന് പറയുന്നു. അച്ഛനെ പോലീസ് വന്ന ഉടൻ തന്നെ കുട്ടി സഹോദരനെ, അതേ കുട്ടിയുടെ മാമനെ പോലീസ് വന്ന ഉടൻ തന്നെ സഹോദരനെ കൊണ്ടുപോയി. അവർക്ക് അവൻ്റെ മൊഴി കേട്ടതിലുള്ള വൈരുദ്ധ്യമാണ്. പക്ഷെ എന്തായാലും അച്ഛൻ്റെ ഭാഗത്ത് നമുക്കൊരു സംശയം വരുന്നില്ല. കാരണം നമുക്കറിയില്ല പിന്നെന്താണ് പശ്ചാത്തലം എന്ന് അറിയില്ല അയാളുടെ മൈൻഡൊന്നും നമുക്കറിയില്ല. ഏതായാലും ഈ അമ്മയും അച്ഛനും നല്ല സ്വരത്തിൽ ഒരുമിച്ച് വർഷങ്ങളായി കഴിയുന്നവരല്ല. ഈ മരണവുമായി ചടങ്ങിന് വന്നു. 16 ചടങ്ങ് ഇന്നായതുകൊണ്ട് ഇന്നലെയാണ് അയാൾ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാമല്ലോ. അതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയം തന്നെ മരണത്തിൽ പുറത്തുനിന്ന് ഒരാൾ ചെയ്യത്തില്ല എന്ന് തന്നെയാണ് അടിയുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കൊച്ചിനെ കൊണ്ട് കഴിയേയില്ല, കൊച്ചിനെ കൊണ്ട് സാധിക്കുകയില്ല. നല്ല മിടുക്കിയായ കുട്ടിയാണ്. നമ്മുടെ അംഗൻവാടി, നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനം നടത്തുന്ന കലാപരിപാടി പോലും ഈ കുട്ടി അമ്മയുടെ ഒക്കത്തിരുന്ന് പോലും പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. നല്ല കുട്ടിയാണ്, ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊരു ക്ഷേത്രത്തിൽ ജോലി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. താൽക്കാലികമാണ്. അത് സ്ഥിരമാണെന്നും ശമ്പളം കൊടുത്തും പറഞ്ഞ് ഇതിൻ്റെയൊക്കെ മറവിൽ ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. താൽക്കാലിക ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോഴൊന്നുമില്ല. അത് തന്നെ പറയുന്നത് ഓരോ സമയം ഓരോന്ന് പറയും. ഇപ്പോൾ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ എന്ന് പറയും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പറയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് ഈ ആളുകൾക്കിടയിൽ മൊത്തത്തിലൊരു തെറ്റിദ്ധാരണാജനകമായ കാര്യമാണ്. സ്വാഭാവികമാണ്. ഈ കുടുംബം എത്ര നാളുകൊണ്ട് ഇവിടെ താമസിക്കുന്നത്? 3 വർഷത്തോളമായി. ഈ വ്യക്തിപരമായിട്ട് ഇത് ഇവരെയൊക്കെ അറിയാം. കാരണം ഇവരുടെ കുടുംബം ഇവിടെ നിന്നുള്ള എൻ്റെ വീട്ടിന് തൊട്ട് താഴെയാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു കഷ്ടിച്ചൊരു 300 മീറ്ററാണ്. എൻ്റെ വാർഡിനകത്താണ്. ഇവിടെ ഒരു വാടകയ്ക്കുന്നുണ്ട്. വാടകയ്ക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മുത്തശ്ശി നമ്മുടെ തൊട്ടടുത്ത മുത്താരമ്മ ക്ഷേത്രത്തിലെ കഴകമായി ജോലിക്ക് പ്രവേശിച്ചു. ഒരു ട്രസ്റ്റിൻ്റെയാണ് കയറി. അപ്പോൾ അത് മുതൽ അവർക്ക് പോകാനും വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അവരിവിടെ ഈ വീട് വാടകയ്ക്കെടുത്ത് താമസമായത്. പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ പദ്ധതിയിൽ അവർക്ക് വീടിൻ്റെ ലിസ്റ്റും ഉണ്ട്. അങ്ങനെ സ്ഥലമാണ് സ്ഥലത്താണ് കുളവറവിളാകം, മുടാനൂർ കുണം കുളവറവിളാകത്താണ്. അവിടെയാണ് അച്ഛൻ്റെ ചടങ്ങുകൾ നടത്തിയതും അവിടെയാണ് നടത്തിയത്. അവിടെ സ്ഥലമുണ്ട് അവർക്ക്. ഏതാണ്ട് 10-15 സെൻറ്റിൽ കുറയാത്ത വസ്തുവകൾ അവർക്ക് ഉണ്ട്. അവിടെ ഒരു കുടുംബ വീട് ഉരുപ്പുണ്ട്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നവർ? കാരണം പല ആളുകൾ എന്നോട് സാമ്പത്തികത്തിന് ബാധ്യത എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 1 ലക്ഷം വാങ്ങിച്ചു, 50,000 വാങ്ങിച്ചു എന്ന് പറഞ്ഞു വാങ്ങിയതായിട്ട് പലരും വന്ന് മെമ്പർ നിലയ്ക്ക് എന്നോടൊന്ന് സംസാരിക്കണമെന്ന്. പക്ഷേ ഇവിടുത്തെ ഈ പശ്ചാത്തലമായതുകൊണ്ട് ഞാനും പറഞ്ഞു 16 കഴിയട്ടെ, അതിനുശേഷം സംസാരിക്കാം എന്നുള്ളൊരു ഭാഗത്താണ് ഞാനും നിന്നത്. ഈ ഇവിടുത്തെ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛൻ ഇവിടെയാണോ മരിച്ചത്? ഇവിടെ അവരെല്ലാം ഇവിടെ തന്നെയാണ് താമസം? ഇവിടെ വെച്ച് തന്നെയാണ് മരിച്ചത്. അദ്ദേഹത്തിന് വിവിധ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മരിച്ചത് അത് സ്വാഭാവിക മരണമാണ്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ്? അവർ തമ്മിൽ പിരിഞ്ഞ് കഴിയുവാണ്. ഈ പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്, പാറശാല അടുപ്പിച്ച് വരുന്ന സ്ഥലമാണ്. ഇവിടെയൊന്നുമല്ല, അദ്ദേഹം ഇവിടെ നിന്ന് വന്നിട്ട്